ഞാൻ 2025 ഏപ്രിൽ മാസത്തിലാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രേണുകയുടെ കൂടെ രേണുക കൺസൾട്ട് ചെയ്തിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ വെയ്റ്റ് 122.5 ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശാരീരികമായിട്ട് നമുക്ക് നടക്കാനും ജോലിയൊക്കെ ചെയ്യാനും ഒക്കെ പാടായിരുന്നു. ഫുൾ ടൈം വണ്ടിയിൽ തന്നെയായിരുന്നു. വേറെ എക്സസൈസുകളൊന്നുമില്ല. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ പോകുന്നു, അവിടെ ഇരിക്കുന്നു, പേഷ്യൻസിനെ നോക്കുന്നു, തിരിച്ചു വരുന്നു, പിന്നെ ക്ലിനിക്കിൽ പോകുന്നു, രാത്രി വരുന്നു, ഇതിനിടയ്ക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. അപ്പോൾ രേണുക കൺസൾട്ട് ചെയ്തതിന് ശേഷം പതുക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ആഡ് ചെയ്ത് ഫുഡിലൊരു ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ ലെവൽ 3 കംപ്ലീറ്റ് ചെയ്തു. ലെവൽ 3 കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വെയ്റ്റ് 100.6 എത്തി. ഏകദേശം 20 സംതിങ് ഒരു 6-7 kg കുറഞ്ഞു. അപ്പോൾ എൻ്റെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ മറ്റേ ഷുഗർ, കൊളസ്ട്രോൾ, ഇതെല്ലാം ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. നോർമലിൽ നിന്ന് ഒത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നടക്കാൻ പോകാൻ തുടങ്ങി. പിന്നെ വേറെ വലിയ ഹെവി എക്സസൈസ് ഒന്നുമില്ല, നടക്കൽ തന്നെയായിരുന്നു മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞ് സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കും ഒന്നും കൂടെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും യൂറിക് ആസിഡ് ഒഴിച്ച് ബാക്കി എല്ലാം നോർമലിലേക്ക് വന്നു. എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു മടി പോലെയുള്ള അവസ്ഥയൊക്കെ നന്നായിട്ട് മാറി. ഒരു 3/4 ഭാഗം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു. ഇപ്പം ഞാൻ യൂറിക് ആസിഡിനുള്ള മെഡിസിൻ കൂടെ എടുക്കുന്നുണ്ട്, ഡയറ്റും കൂടെ പോകുന്നു. പിന്നെ ഇടയ്ക്ക് മുട്ടിനൊരു ചെറിയൊരു പരിക്ക് പറ്റി. അങ്ങനെ കുറച്ച് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാണ്ട് വന്നു. എന്നാലും കണ്ടമാനം കൂടാണ്ട് പിന്നെ അത് പിടിച്ച് കുറച്ചു. രേണുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തിനെ പോലെ ഫുൾ ടൈം, അതായത് രാവിലെ എണീക്കുമ്പോൾ മുതൽ വെയിറ്റ് അയക്കണം, അത് കഴിഞ്ഞ് ഫുഡിൻ്റെ കാര്യങ്ങൾ, പിന്നെ വൈകിട്ട് നടക്കാൻ പോണതിൻ്റെ കൗണ്ട്, ഉറക്കം എല്ലാം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് വേണ്ട സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ തന്ന് കറക്റ്റായിട്ട് പിടിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വെയിറ്റിലേക്ക് എത്താൻ പറ്റിയത്. പിന്നെ എൻ്റെ ഇളയ പെങ്ങളാണ് രേണുകയെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ അവൾ എന്നെ വിളിച്ച് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ വൈഫ് കറക്റ്റായിട്ട് രേണുക പറയുന്ന പോലെ തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തരുമായിരുന്നു. വേറെ എല്ലാവരും കൂടെ കൂടി ആണ് എന്നെ ഈ ഒരു ഗോളിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇനി എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 85 ആ ഒരു റേഞ്ചിലാണ്. ഇനി എനിക്ക് കുറയ്ക്കാനുണ്ട്. ഇനിയൊരു 3 മാസത്തിനുള്ളിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്ത് രേണുക പറയുന്ന പോലെ ചെയ്ത് കറക്റ്റ് ആ ഒരു ഗോളിലേക്ക് എത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്.